മുതലാളിയാത്തോ? എന്താ അന്വേഷിക്കേ? സാറിന് രാവിലെ എന്താ ഒരു ലൂബ്രിക്കേഷൻ വരേണ്ടതായിരുന്നു. വരുന്ന വഴിക്ക് ബോട്ടിന്റെ ആ ലൂബ്രിക്കേഷൻ എന്ത് ചെയ്യാൻ? അതിന്റെ ലൂബ്രിക്കേഷൻ എങ്ങാണ്ട് ഒടിഞ്ഞു പോയി. വന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ബോട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് വരാം മുതലാളി. പണിയിച്ചാ മതി പോ. എല്ലാവരും അല്പം ലൂബ്രിക്കേഷൻ വേണം. ലൂബ്രിക്കേഷൻ ഇത് വയറ്റിൽ കൊള്ളണ്ടേ? വയറ്റിൽ കൊള്ളാത്ത നാളെ കാലത്തെ ലൂബ്രിക്കേഷനായി പൊക്കോളൂടാ. നീ കുപ്പി എന്നെങ്കിലും ആ ഊമൻ കുടുങ്ങും. അവന്റെ ലൂബ്രിക്കേഷൻ ആയിരിക്കും. മുള്ളു തൊട്ട അടയ്ക്കുക. മാഷ് എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. എന്ത്? ഒന്ന് സഹായിക്കണമെന്ന്. പഹയൻ ആരാണെന്ന് മാഷ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് തരണം. എന്ത്? കണ്ടുപിടിച്ച് തരണം. വിചാരിച്ച് നിയമം മറന്ന് ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. നിങ്ങളെ പെങ്ങളെ നിക്കാഹിന്റെ കാര്യത്തിനല്ലേ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാം. സഹായിക്കാന്ന്. വളരെ ഉപകാരം. ആളെ കണ്ടുപിടിച്ച അന്ന് ഞാൻ അവനെ ശരിക്കും ലൂബ്രിക്കേറ്റ് ചെയ്യും. ചെയ്യണം. അറിയണം. പറയട്ടെ? പറയണം. നിങ്ങളെ കൂടെ താമസിക്കുന്ന ഇട്ടൂപ്പച്ചൻ. എടാ ലൂബ്രിക്കേഷൻ. ഭാവിക്ക് എന്ത് പറ്റി? ലൂബ്രിക്കേഷൻ ആയി പോയി. ദൈവത്തോടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തു. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചോളാം. കൊണ്ട് ഒരു ലൂബ്രിക്കേഷൻ വിചാരിക്കണ്ട. ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് വിടായിരുന്നില്ലേ? തന്നെയൊക്കെ എവിടെ നിന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇറക്കി? നേരെ ലൂബ്രിക്കേറ്റ് ചെയ്ത കേട്ടോ.